TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം വീഡിയോയാണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റിൽ ലേയേഴ്സ് ഓഫ് അലിമെൻ്ററി കനാൽ, അലിമെൻ്ററി കനാലിൻ്റെ ലേയേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടാം. The wall of alimentary canal from esophagus to rectum possesses 4 layers, namely serosa, muscularis, submucosa and mucosa. നമ്മുടെ അലിമെൻ്ററി കനാലിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ്റെ ഒരു ഫിഗറാണ് ഇതാ ഇവിടെ കാണുന്നത്. അലിമെൻ്ററി കനാലിൻ്റെ നമ്മുടെ മൗത്ത് മുതൽ ഈസോഫേഗസ്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്ന ആ ഒരു നീണ്ട ട്യൂബാണ് നമ്മുടെ അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്, അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു അലിമെൻ്ററി കനാലിൻ്റെ ഈ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തു. അപ്പം അങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് ഈ ഒരു അതിൻ്റെ ഭിത്തി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എത്ര ലേയേഴ്സ് ഓഫ് ടിഷ്യൂസ് കൊണ്ടാണ് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 4 ലേയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ലേയേഴ്സിൻ്റെ പേര്? സീറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ ആൻഡ് മ്യൂക്കോസ. ഏറ്റവും പുറമേ കാണുന്ന ലെയറാണ് സീറോസ. അടുത്ത് കാണുന്ന ലെയറാണ് മസ്കുലാരിസ്. മസ്കുലാരിസ് ലെയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇന്നർ പോർഷനിലുള്ളത് സർക്കുലാർ മസിൽസും ഔട്ടർ പോർഷനിലുള്ളത് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസുമാണ്. ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം, ഈ പോർഷനിൽ ഇവിടെ കാണുന്നത് സർക്കുലാർ മസിൽസാണ്, ഈ പോർഷനിൽ കാണുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസാണ്. ഇനി അടുത്ത ലെയറാണ് സബ്മ്യൂക്കോസ ലെയർ. സബ്മ്യൂക്കോസ ലെയർ ഏറ്റവും ഇന്നർ ലെയറാണ് മ്യൂക്കോസ. ലൂമൻ, ഇതിനകത്തുള്ള ആ ക്യാവിറ്റിയാണ് ലൂമൻ എന്ന് വിളിക്കുന്നത്. അലിമെൻ്ററി കനാലിന് 4 ലേയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ലേയേഴ്സ്? സീറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ, മ്യൂക്കോസ. ഓരോ ലെയറിൻ്റെയും പ്രത്യേകതകളായിട്ട് നോക്കാം. ഫസ്റ്റിൽ സീറോസ. സീറോസ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ, ഏറ്റവും പുറമേ ഉള്ള ഒരു ലെയറാണ്. ആൻഡ് ഈസ് മേഡ് അപ്പ് ഓഫ് തിൻ മീസോത്തീലിയം, വളരെ കട്ടി കുറഞ്ഞ ഒരു എപ്പിത്തീലിയൽ സെൽസാണ്. ആ അലിമെൻ്ററി കനാലിൻ്റെ എപ്പിത്തീലിയൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് മീസോത്തീലിയം. എപ്പിത്തീലിയം ഓഫ് വിസറൽ ഓർഗൻസ്. അകത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകഭാഗത്ത് കാണുന്ന ഓർഗൻസിനെയാണ് നമ്മൾ വിസറൽ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വിസറൽ ഓർഗൻസിനെ ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന എപ്പിത്തീലിയൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് മീസോത്തീലിയം. സീറോസ ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ആൻഡ് ഈസ് മേഡ് അപ്പ് ഓഫ് എ തിൻ മീസോത്തീലിയം, വളരെ കട്ടി കുറഞ്ഞ ഒരു മീസോത്തീലിയം സെൽസ് കൊണ്ട് ആണ് ഇവിടെ ആവരണം ചെയ്തിട്ടുള്ളത്. വിത്ത് സം കണക്റ്റീവ് ടിഷ്യൂസ്, കുറച്ച് കണക്റ്റീവ് ടിഷ്യൂസിനും ഈ ലെയറിൽ നമുക്ക് സീറോസ ലെയറിൽ കാണാൻ സാധിക്കും. ഇനി അടുത്ത ലെയറാണ് മസ്കുലാരിസ്. മസ്കുലാരിസ് ഈസ് ഫോംഡ് ബൈ സ്മൂത്ത് മസിൽസ് അറേഞ്ച്ഡ് ഇൻ ടു ആൻ ഇന്നർ സർക്കുലാർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ. ഈ മസ്കുലാരിസ് ലെയറിൽ ഇന്നർ സൈഡിൽ സർക്കുലാർ മസിൽസ് ആണെന്ന് പറഞ്ഞു, ഔട്ടർ സൈഡിൽ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് ആണ്. ഈ മസിൽസ് ഏത് കാറ്റഗറി ഓഫ് മസിൽസിൽ വരുന്നു? സ്മൂത്ത് മസിൽസിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, മസിൽസ് സ്ട്രയേറ്റഡ് മസിൽസ്, നോൺ സ്ട്രയേറ്റഡ് മസിൽസ്, കാർഡിയാക് മസിൽസ് എന്നുള്ള ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ് എന്ന് പഠിച്ചിട്ടുണ്ട്. സ്മൂത്ത് മസിൽസാണ് നമ്മുടെ ഈ അലിമെൻ്ററി കനാലിൻ്റെ ഭിത്തി മൊത്തം നിർമ്മിച്ചിട്ടുള്ള മസിൽ എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസാണ്. ഈ ഒരു സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് 2 രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഇന്നർ ലെയർ സർക്കുലാർ മസിൽസാണ്, ഔട്ടറിൽ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസാണ്. ഇനി അടുത്ത ലെയറാണ് സബ്മ്യൂക്കോസൽ ലെയർ. ഈ ലെയറിൻ്റെ പ്രത്യേകത, സബ്മ്യൂക്കോസൽ ലെയർ ഈസ് ഫോംഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഈ ഔട്ടർ മോസ്റ്റ് സീറോസ വരുന്നു, അത് കഴിയുമ്പോൾ മസ്കുലാരിസ് ലെയർ വരുന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന ലെയറാണ് സബ്മ്യൂക്കോസ ലെയർ.
ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂസിലെ ഡിഫറൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഫൈബേഴ്സ് ലൂസ്ലി അറേഞ്ച്ഡായിരിക്കും. കണ്ടെയ്നിങ് നെർവ്സ്. അപ്പോൾ ഈ ഒരു ലെയറിൽ എന്തൊക്കെയുണ്ട്? നെർവ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസിൻ്റെ ലെയറാണ്, ലിംഫ് വെസൽസിൻ്റെ ലെയറാണ്. സബ്മ്യൂക്കോസ ലെയർ, അതിൽ എന്തൊക്കെയുണ്ട്? നെർവ് ഫൈബേഴ്സ് കാണും, ബ്ലഡ് കാണും, ലിംഫ് വെസൽസ് കാണും. ഇൻ ഡിയോഡിനം ഗ്ലാൻസ് ആർ ആൾസോ പ്രസൻറ്റ് ഇൻ സബ്മ്യൂക്കോസ. ഇൻറ്റസ്റ്റൈനിൻ്റെ സ്മാൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിയോഡിനം. അപ്പോൾ ഡിയോഡിനത്തിൽ ഈ സബ്മ്യൂക്കോസ ലെയറിൽ ഗ്ലാൻസും ഡൈജസ്റ്റീവ് ഗ്ലാൻസും കാണാറുണ്ട്. ഇനി ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് മ്യൂക്കോസ. ദ ഇന്നർമോസ്റ്റ് ലെയർ ലൈനിങ് ദ ലൂമൻ ഓഫ് ദ അലിമെൻ്ററി കനാൽ ഇസ് ദ മ്യൂക്കോസ. ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് മ്യൂക്കോസ ലെയർ. ഇനി അടുത്ത് മനസ്സിലാക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ടേംസ് ആണ്. ഒന്ന് റൂഗെ ആൻഡ് വില്ലൈ. മ്യൂക്കോസ ലെയർ ഫോംസ് ഇറഗുലർ ഫോൾസ് റൂഗെ ഇൻ ദ സ്റ്റൊമക്ക് ആൻഡ് സ്മാൾ ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ് കാൾഡ് വില്ലൈ ഇൻ ദ ഇൻറ്റസ്റ്റൈൻ. ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് മ്യൂക്കോസ ലെയർ എന്ന് പറഞ്ഞു. ആ മ്യൂക്കോസ ലെയർ സ്റ്റൊമക്കിൻ്റെ പാർട്ടിലെത്തുമ്പോൾ ഇതാ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇറഗുലറായിട്ട് ഫോൾഡ് ചെയ്ത് കാണും. ഒരുപാട് മടക്കുകളും ചുളിവുകളും കുഴിവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണും. ഏതിനകത്താണ്? സ്റ്റൊമക്കിനകത്താണ്. ആ പോർഷനെ വിളിക്കുന്ന പേരാണ് റൂഗെ. അപ്പോൾ ഈ രീതിയിൽ മസിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട്, ഈ മ്യൂക്കോസ ലെയറിൽ ഈ രീതിയിൽ കാണുന്നത് കൊണ്ട് ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രൈൻഡറിൻ്റെ ജോലി, നമ്മൾ നന്നായിട്ട് ചവച്ച് അരയ്ക്കാതെ നമ്മൾ വയറ്റിലേക്ക് ഇറക്കുന്ന ഫുഡൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നതിനുള്ള ഒരു ഗ്രൈൻഡിങ് പാർട്ട് പോലെ ഇത് ആക്ട് ചെയ്യുന്നത് ഈ റൂഗയാണ്. മ്യൂക്കോസ ലെയർ ഫോംസ് ഇറഗുലർ ഫോൾസ് റൂഗെ ഇൻ ദ സ്റ്റൊമക്ക് ആൻഡ് സ്മാൾ ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ് കാൾഡ് വില്ലൈ ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അപ്പം മ്യൂക്കോസ ലെയറിൽ നമുക്ക് ഇതുപോലത്തെ എന്ത് കാണാൻ സാധിക്കും? റൂഗെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണും. അതിനെ വിളിക്കുന്ന പേരാണ് വില്ലൈ. അപ്പോൾ റൂഗയും കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് സ്റ്റൊമക്കാണ്, വില്ലൈ കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് സ്മാൾ ഇൻറ്റസ്റ്റൈനാണ്. ഇനി മൈക്രോ വില്ലൈ. ഇപ്പോൾ വില്ലൈ ഉണ്ട് എന്ന് പറഞ്ഞു. ദ സെൽസ് ലൈനിങ് ദ വില്ലൈ പ്രൊഡ്യൂസ് ന്യൂമറസ് മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസ്. ഇപ്പോൾ വില്ലൈ നമുക്കിവിടെ കാണാം. ഈ വില്ലയിൽ തന്നെ വീണ്ടും മൈന്യൂട്ടായിട്ടുള്ള പ്രൊജക്ഷൻസ് കാണുന്നു. കണ്ടോ? ഈ പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ വില്ലൈ. മൈക്രോ വില്ലൈ ഗീവിങ് എ ബ്രഷ് ബോർഡർ അപ്പിയറൻസ്. ഇതിരിക്കുന്നത് കൊണ്ട് ഒരു പെയിൻറ്റിങ് ബ്രഷ് പോലെ, ഒരു ബ്രഷ് ബോർഡർ പോലെ ഒരു അപ്പിയറൻസ് വില്ലയിൽ ഉണ്ടാകും. അതാണ് മൈക്രോ വില്ലൈ എന്ന് പറഞ്ഞത്. വില്ലയിൽ കാണുന്ന വീണ്ടും മൈന്യൂട്ടായിട്ടുള്ള പ്രൊജക്ഷൻസിനെ, മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ വില്ലൈ. ദീസ് മോഡിഫിക്കേഷൻസ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഇനോർമസ്ലി. ഫുഡ് ഇൻറ്റസ്റ്റൈനകത്തുകൂടെ കടന്നു പോകുമ്പോൾ ഫുഡിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനെയൊക്കെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഒരുപാട് സമയം ഇൻറ്റസ്റ്റൈനിൽ കൂടെ ഫുഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് തങ്ങി നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തങ്ങി നിൽക്കലിന് സഹായിക്കുന്ന സർഫസ് ഏരിയ കൂട്ടുന്ന സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് ആണ് ഈ വില്ലയും മൈക്രോ വില്ലയും. അപ്പോൾ ഫുഡ് നേരെ ഇങ്ങനെ അങ്ങ് പോകാതെ ഇതിൽ കൂടെ ഇങ്ങനെ കവർ ചെയ്ത് ഇവിടെ കൂടെ കവർ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇനി അടുത്ത് പരിചയപ്പെടാനുള്ള ഒരു ലിംഫ് വെസലാണ് ലാക്റ്റിയൽ എന്ന് പറയുന്ന ഒരു ലിംഫ് വെസൽ. വില്ലൈ ആർ സപ്ലൈഡ് വിത്ത് എ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ആൻഡ് എ ലാർജ് ലിംഫ് വെസൽ കാൾഡ് ദ ലാക്റ്റിയൽ. ഇപ്പോൾ വില്ലയ്ക്കകത്ത് ഈ ധാരാളം ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടാകും. മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസിൽ കൂടെയാണ് ന്യൂട്രിയൻസ് എല്ലാം ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ന്യൂട്രിയൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഫാറ്റ്, കൊഴുപ്പുകൾ ബ്ലഡിലേക്ക് കടത്തിയിടുന്നത് പ്രധാനമായിട്ടും ലിംഫിനകത്തേക്കാണ് അത് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ആ ലിംഫ് വെസലാണ് ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫ് വെസൽ. വില്ലയിൽ കാണുന്ന വലിയ ഒരു വെസലാണ്
ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫ് വെസൽ. വില്ലൈ ആർ സപ്ലൈഡ് വിത്ത് എ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ആൻഡ് എ ലാർജ് ലിംഫ് വെസൽ കാൾഡ് ദ ലാക്റ്റിയൽ. ഗോബ്ലെറ്റ് സെൽസ് ആൻഡ് ഗാസ്ട്രിക് ഗ്ലാൻസ്. ഗോബ്ലെറ്റ് സെൽസ് നിങ്ങൾ നേരത്തെ ടിഷ്യൂസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന ഒരു പേരാണ്. യൂണിസെല്ലുലാർ ഗ്ലാൻസിന് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചതാണ് ഗോബ്ലെറ്റ് സെൽസ്. Mucosal epithelium has goblet cells which secrete mucus that help in lubrication. അപ്പോൾ ഇന്നർമോസ്റ്റ് എലിമെൻ്ററി കനാലിൻ്റെ ലെയറാണ് മ്യൂക്കോസൽ ലെയർ. അപ്പോൾ മ്യൂക്കോസൽ ലെയറിലെ എപ്പിത്തീലിയൽ സെൽസിൽ എന്ത് സെൽസ് ഉണ്ട്? ഗോബ്ലെറ്റ് സെൽസ് അവിടെ എവിടെ ആയിട്ട് ഇതുപോലെ യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ സെൽസാണ് ഗോബ്ലെറ്റ് സെൽസ്. ഇവയുടെ ഫങ്ഷൻ എന്താണ്? വിച്ച് സെക്രീറ്റ് മ്യൂക്കസ്. മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ദ്രാവകം, ഒരു വഴുവഴുപ്പുള്ള ദ്രാവകം ഇവ സെക്രീറ്റ് ചെയ്യും. ദാറ്റ് ഹെൽപ്പ് ഇൻ ലൂബ്രിക്കേഷൻ. അപ്പോൾ അതിവിടെ ഒരു ഘർഷണമൊന്നും കൂടാതെ, ഫ്രിക്ഷൻ ഒന്നും കൂടാതെ, ഫുഡ് അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഒട്ടിപ്പിടിച്ചിരിക്കാതെ, അലിമെൻ്ററി കനാലിൻ്റെ അകവശത്ത് ഫുഡൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കാതെ ഫ്രീ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് ഈ ഒരു മ്യൂക്കസ് സഹായിക്കും. ആ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത് ഗോബ്ലെറ്റ് സെൽസാണ്. മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിൽ കാണുന്ന യൂണിസെല്ലുലാർ ഐസൊലേറ്റഡ് ഗ്ലാൻഡ് സെൽസാണ് ഗോബ്ലെറ്റ് സെൽസ്. മ്യൂക്കോസ ആൾസോ ഫോംസ് ഗ്ലാൻസ് ഇൻ ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിനകത്ത് വരുന്ന ഗ്ലാൻസിനെ വിളിക്കുന്ന പേരാണ് ഗാസ്ട്രിക് ഗ്ലാൻസ് എന്ന് വിളിക്കും. ഗാസ്ട്രിക് ഗ്ലാൻസ്. ആൻഡ് ക്രിപ്റ്റ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് വില്ലൈ ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ. ക്രിപ്റ്റ്സ്. വില്ലൈ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചു, മൈന്യൂട്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. അപ്പോൾ ഓരോ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ക്രിപ്റ്റ്സ് ഓഫ് ലിബർഖൻ എന്നുള്ളൊരു പേര് ഇതിന് പറയാറുണ്ട്. മ്യൂക്കോസ ആൾസോ ഫോംസ് ഗ്ലാൻസ് ഇൻ ദ സ്റ്റൊമക്ക്. ഗാസ്ട്രിക് ഗ്ലാൻസ്. അപ്പോൾ മ്യൂക്കോസൽ ലെയറിൽ സ്റ്റൊമക്കിനകത്ത് ഗാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ക്രിപ്റ്റ്സ് ഉണ്ടാവും. സ്മാൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ ഇതുപോലത്തെ ക്രിപ്റ്റ്സ് ഉണ്ടാവും. വില്ലയുടെ റീജിയൻസിൽ ക്രിപ്റ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ക്രിപ്റ്റ്സ് ഓഫ് ലിബർഖൻ. അടുത്ത് നമുക്ക് ഡൈജസ്റ്റീവ് ഗ്ലാൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഡൈജഷൻ എന്ന പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈംസും ഫ്ലൂയിഡ്സും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസുകളാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ്. എന്തൊക്കെയാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ്? ഫസ്റ്റിൽ സലൈവറി ഗ്ലാൻസ്. നമ്മുടെ മൗത്തിൽ കാണുന്ന സലൈവറി ഗ്ലാൻസ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡാണ്. അടുത്ത് ലിവർ, കരൾ. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഡൈജസ്റ്റീവ് ഗ്ലാൻഡാണ് പാൻക്രിയാസ്. ഓരോന്നിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സലൈവറി ഗ്ലാൻസ്. സലൈവ ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ബൈ 3 pairs ഓഫ് സലൈവറി ഗ്ലാൻസ്. 3 ജോഡി സലൈവറി ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ അവയുടെ പൊസിഷൻ അനുസരിച്ച് അവയെ പാരോട്ടിഡ് ഗ്ലാൻഡ് എന്നും, കവിളിൻ്റെ അകവശത്തായിട്ട് കാണുന്ന ഗ്ലാൻഡിനെയാണ് പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ചീക്കിൽ കാണുന്ന ഗ്ലാൻഡാണ് പാരോട്ടിഡ്. ദെൻ സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലാർ ഗ്ലാൻസ്. കീഴ്ത്താടിയിൽ ലോവർ ജായിൽ കാണുന്നതാണ് സബ് മാക്സിലറി ഗ്ലാൻസ് അല്ലെങ്കിൽ സബ് മാൻഡിബുലാർ ഗ്ലാൻസ് എന്ന് വിളിക്കുന്നത്. സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലാർ ഗ്ലാൻസ് ലോവർ ജായിൽ കാണുന്നതാണ്. സബ് ലിംഗ്വൽസ്, നാക്കിൻ്റെ അടിവശത്തായിട്ട് കാണുന്നതാണ് സബ് ലിംഗ്വൽ ഗ്ലാൻസ്, ബിലോ ദ ടങ്. അങ്ങനെ 3 പെയറാണ്, 2 വശത്തും ഉണ്ട്. 3 ജോഡി സലൈവറി ഗ്ലാൻസ് ഉണ്ട്, ഉമിനീർ ഗ്രന്ഥികളുണ്ട്. പാരോട്ടിഡ്സ്, സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലാർ, സബ് ലിംഗ്വൽ. സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലാർ ലോവർ ജായിൽ കാണുന്നതാണ്. ടങ്ങിൻ്റെ ബിലോ, ടങ്ങിന് അടിവശത്തായിട്ട് കാണുന്നതാണ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ദീസ് ഗ്ലാൻസ് സെക്രീറ്റ് സലൈവറി ജ്യൂസ് ഇൻ ടു ദ ബക്കൽ ക്യാവിറ്റി. അപ്പോൾ ഈ സലൈവറി ഗ്ലാൻസിൻ്റെ സെക്രീഷനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സലൈവറി ജ്യൂസ്. അത് ബക്കൽ ക്യാവിറ്റി അഥവാ ഓറൽ ക്യാവിറ്റി, വായ്ക്കകത്തേക്ക് ഇവ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഇനി അടുത്ത ഡൈജസ്റ്റീവ് ഗ്ലാൻഡാണ് ലിവർ. ഏറ്റവും വലിയ ഗ്ലാൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ലിവറിനെയാണ്. ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് ദ ബോഡി. അതിൻ്റെ വെയ്റ്റ് 1.2 to 1.5 കിലോഗ്രാം. 1.2 മുതൽ 1.5 വരെ കിലോഗ്രാം വെയ്റ്റ് ഉണ്ട് ഒരു അഡൽട്ട് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലിവർ. നമ്മളൊന്ന് ഭാരം പരിശോധിച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ജസ്റ്റ് ബിലോ ദ ഡയഫ്രം.
എവിടെയാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തായിട്ട് ഇതാ ഇവിടെ ഡയഫ്രം ഉണ്ട്. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും ഈ മുകളിലോട്ടുള്ള ക്യാവിറ്റിയെ അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും താഴോട്ടുള്ള ക്യാവിറ്റിയെ മുകളിലോട്ടുള്ള ക്യാവിറ്റിയെ തൊറാസിക് ക്യാവിറ്റി എന്നും താഴോട്ടുള്ള ക്യാവിറ്റിയെ അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും വിളിക്കും. അപ്പോൾ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഏറ്റവും അല്ലെങ്കിൽ ഈ രണ്ട് ക്യാവിറ്റിയായിട്ട് തിരിക്കുന്ന സെപ്പറേഷൻ ഭിത്തിയാണ് ഡയഫ്രം. അപ്പോൾ ഡയഫ്രം കാണുന്നത് ഏത് ക്യാവിറ്റിയിലാണ്? അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്. ഡയഫ്രത്തിന് താഴെയായിട്ടാണ് നമ്മുടെ ലിവർ കാണുന്നത്. ഡയഫ്രം അല്ല, ലിവർ കാണുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് കാണുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ജസ്റ്റ് ബിലോ ദ ഡയഫ്രം. ഡയഫ്രത്തിന് താഴെയായിട്ട്. ആൻഡ് ഹാസ് 2 lobes. 2 ലോബുണ്ട്. ലിവറിനെ സംബന്ധിച്ചിടത്തോളം 2 ലോബുള്ള ഒരു ഓർഗനാണ് ലിവർ. ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. ലിവർ സെൽസിനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവ ഒരു ഹെക്സഗണൽ സെൽസ് ആയിരിക്കും. ഒരു 6 വശമുള്ള ഒരു സെൽസ് ആയിരിക്കും. ഈ സെല്ലുകളെ എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു കവറിങ് ഷീത്തുണ്ട്. ആ സെൽസുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു കവറിങ് ഷീത്തുണ്ട്. അപ്പോൾ ലിവറിൽ അവിടെ എവിടെയായിട്ട് ഇതുപോലെ ഈ കവറിങ് ഷീത്ത് കൊണ്ടുള്ള ഒരു കവറിങ്ങോട് കൂടിയ സെല്ലുകളാണ് കാണുക. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ലിവർ ഫോം ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ നിരവധി ഹെപ്പാറ്റിക് ലോബ്യൂൾസുകൾ കൊണ്ടാണ്. പിക്ചറിൽ നമുക്ക് കാണാം, ഇതൊരു ഹെപ്പാറ്റിക് ലോബ്യൂളാണ്, അടുത്ത ഹെപ്പാറ്റിക് ലോബ്യൂൾ. അപ്പോൾ ഇങ്ങനെ നിരവധി ഹെപ്പാറ്റിക് ലോബ്യൂൾസുകൾ കൊണ്ടാണ് ലിവർ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്താണ് ലിവർ സെൽസ് കാണുന്നത്. ലിവർ സെൽസിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് സെൽസ്. അപ്പോൾ ഹെപ്പാറ്റിക് സെൽസ് ഒരു ചരട് പോലെ ഇങ്ങനെ ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസിനകത്ത് കാണും. ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലിവർ. അപ്പോൾ വാട്ട് ഈസ് ഹെപ്പാറ്റിക് ലോബ്യൂൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനിഷനാണ് ദേ ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലിവർ. ഇനി അതിലെന്തുണ്ട്? കണ്ടെയ്നിങ് ഹെപ്പാറ്റിക് സെൽസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോംസ് ഓഫ് കോഡ്സ്. ചരടുകൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഹെപ്പാറ്റിക് സെൽസ് നമുക്കിവിടെ ഇതിൽ കാണാൻ സാധിക്കും. ഈച്ച് ലോബ്യൂൾ ഈസ് കവേർഡ് ബൈ എ തിൻ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കാൾഡ് ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ. അടുത്ത് ഓർമ്മിക്കേണ്ട ഒരു ടേമാണ് ഓരോ ഇൻഡിവിജ്വൽ ലോബ്യൂളിനെയും ആവരണം ചെയ്തുകൊണ്ട് കട്ടി കുറഞ്ഞ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീത്തിൻ്റെ ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ. ഈച്ച് ലോബ്യൂൾ ഈസ് കവേർഡ് ബൈ എ തിൻ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കാൾഡ് ദ ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ. ഇനി എന്താണ് ബൈൽ? ആരാണ് ഗാൾ ബ്ലാഡർ? നോക്കാം. സെക്രീഷൻ ഓഫ് ലിവർ ഈസ് കാൾഡ് ബൈൽ. അപ്പോൾ ലിവർ എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസിനെ വിളിക്കുന്ന പേരാണ് ബൈൽ. The bile secreted by the hepatic cells passes through the hepatic ducts. ഇത് ലിവറിൽ നിന്നും വരുന്ന ഡക്റ്റാണ്. ഈ ലിവറിൽ നിന്നും വരുന്ന ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് ഡക്റ്റ്. ഇവിടെ ഡക്ട്സ് ഫ്രം ലിവർ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് ഡക്റ്റ്. അപ്പോൾ ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി ഒഴുകിയെത്തുന്ന ബൈൽ ടെമ്പററി ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സഞ്ചിയാണ് ഗാൾ ബ്ലാഡർ. The bile secreted by the hepatic cells passes through the hepatic ducts and is stored and concentrated in a thin muscular sac called the gallbladder. ചെറിയ മസിൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സഞ്ചി, അതിനെ വിളിക്കുന്ന പേരാണ് ഗാൾ ബ്ലാഡർ. The duct of gallbladder, that is known as a cystic duct. പിക്ചറിൽ കാണാൻ നമുക്ക് ഇതാണ് ഗാൾ ബ്ലാഡറിൽ നിന്നുള്ള ഡക്റ്റ്. ആ ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റിക് ഡക്റ്റ്. ഈ ഡക്റ്റിനെ വിളിക്കുന്ന പേര് ഹെപ്പാറ്റിക് ഡക്റ്റ്. അപ്പോൾ സിസ്റ്റിക് ഡക്റ്റും ഹെപ്പാറ്റിക് ഡക്റ്റും കൂടി ഇവിടെ വന്ന് ചേർന്നിട്ട് ഒരു കോമൺ ബൈൽ ഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു കോമൺ ബൈൽ ഡക്റ്റ്. ദ ഡക്റ്റ് ഓഫ് ഗാൾ ബ്ലാഡർ, സിസ്റ്റിക് ഡക്റ്റ്, along with the hepatic duct from the liver forms the common bile duct. ഒരു കോമൺ ബൈൽ ഡക്റ്റ് ആയിട്ട് വന്നിട്ട് ഇത് ഇവിടെ തുറക്കുന്നു. ദ ബൈൽ ഡക്റ്റ്, കോമൺ ബൈൽ ഡക്റ്റ് നമുക്കിത് ഇവിടെ കാണാം. ഇനി ഇത് പാൻക്രിയാസാണ്. പാൻക്രിയാസാണ് ഈ കാണുന്നത്. പാൻക്രിയാസിൽ നിന്നും വരുന്ന ഡക്റ്റ് ഇവിടെയുണ്ട്. ഈ ഡക്റ്റിനെ വിളിക്കുന്ന പേര് പാൻക്രിയാറ്റിക് ഡക്റ്റ് എന്ന് വിളിക്കും.
ഈ കോമൺ ബൈൽ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും കൂടെ ദാ ഇവിടെ ഒരുമിച്ച് ചേരുകയാണ്, ഒറ്റ ഡക്റ്റായിട്ട് മാറുകയാണ്. ആ ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഈ ഡക്റ്റ് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഡിയോഡിനത്തിൽ വന്നിവിടെ തുറക്കുന്നത്. ഇവിടെ കാണാൻ നമുക്ക് ലിവറിൽ നിന്നും വരുന്നത് ഹെപ്പാറ്റിക് ഡക്റ്റ്, ഇത് സിസ്റ്റിക് ഡക്റ്റ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് കോമൺ ബൈൽ ഡക്റ്റ്. ഇനിതാ ഇവിടെ പാൻക്രിയാസിൽ നിന്നും വരുന്ന ഡക്റ്റാണ് പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഇത് രണ്ട് ഡക്റ്റും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒറ്റ ഡക്റ്റായിട്ടാണ് ഇതാ ഇവിടെ ഡിയോഡിനത്തിൽ വന്ന് ഓപ്പൺ ചെയ്യുന്നത്. ആ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യാനായിട്ട് അതിന് ആവശ്യമുള്ള സമയത്ത് തുറക്കുക, ഇല്ലാത്ത സമയത്ത് അടച്ചു വയ്ക്കുക. അപ്പം അതിനിവിടെ ഒരു സ്ഫിങ്ക്റ്റർ ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു വാൽവ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ വാൽവിനെ വിളിക്കുന്ന പേരാണ് സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി. സയൻറ്റിസ്റ്റിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പേരാണ് സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി. നേരത്തെ നമ്മൾ പൈലോറിക് സ്ഫിങ്ക്റ്റർ കണ്ടു, ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ കണ്ടു. പൈലോറിക് സ്ഫിങ്ക്റ്റർ എവിടെയാണ് വരുന്നത്? ഈ ഭാഗത്ത് ഡിയോഡിനത്തിലേക്ക് സ്റ്റൊമക്ക് വന്ന് തുറക്കുന്ന ഭാഗത്തൂടെ പൈലോറിക് സ്ഫിങ്ക്റ്റർ ഉണ്ട്. അതുപോലെ ഇവിടെ ഈസോഫേഗസ് ഒന്ന് സ്റ്റൊമക്കിൽ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ ഉണ്ട്. അതുപോലെ ഇവിടെ പാൻക്രിയാസിൽ നിന്നുള്ള ഡക്റ്റും അതുപോലെ കോമൺ ബൈൽ ഡക്റ്റും ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്. ആ സ്ഫിങ്ക്റ്ററിനെ വിളിക്കുന്ന പേരാണ് സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി. നെക്സ്റ്റ് പാൻക്രിയാസ്. പാൻക്രിയാസ് അഥവാ അഗ്നേയ ഗ്രന്ഥി. കൊച്ചു ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പാൻക്രിയാസിന് എക്സോക്രൈൻ പാർട്ടും ഉണ്ട്, എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്. നമ്മൾ നേരത്തെ ഗ്ലാൻസിൻ്റെ കാര്യത്തിൽ നമ്മളിത് പഠിച്ചതാണ്. പാൻക്രിയാസ് ഈസ് എ കോമ്പൗണ്ട് ഗ്ലാൻഡ്. കോമ്പൗണ്ട് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അതിന് എക്സോക്രൈൻ പാർട്ടും ഉണ്ട്, എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്. എക്സോക്രൈൻ പാർട്ട് എന്ന് പറഞ്ഞാൽ എൻസൈം സെക്രീറ്റ് ചെയ്യുന്ന പാർട്ട്. എൻഡോക്രൈൻ പാർട്ട് എന്ന് പറയുന്നത് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന പാർട്ട്. ഇത് എവിടെ വന്ന് ഓപ്പൺ ചെയ്യുന്നത് എന്ന് കണ്ടു നമ്മൾ. ഡിയോഡിനത്തിൽ വന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതാ ഇവിടെ കാണാം നമുക്ക്. ഇത് ബൈൽ ഡക്റ്റും അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ഡക്റ്റും കൂടെ വന്ന് ഇതാ ഇവിടെ ഡിയോഡിനത്തിൻ്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി അതിൻ്റെ ഓപ്പണിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. എക്സോക്രൈൻ പാർട്ട്, അതായത് എൻസൈം സെക്രീറ്റ് ചെയ്യുന്ന പാർട്ടുണ്ട്. ആ എൻസൈംസ് ഏതൊക്കെയാണ്? പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ധാരാളം എൻസൈംസ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്, എൻഡോക്രൈൻ പോർഷൻ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിച്ച് നിർത്തുന്ന രണ്ട് ഹോർമോൺസാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. The pancreas is a compound, both exocrine and endocrine, elongated organ situated between the limbs of the C-shaped duodenum. The exocrine portion secretes an alkaline pancreatic juice. മൊത്തത്തിൽ അതിനെ pancreatic juice എന്നാണ് വിളിക്കുക. Containing enzymes ഉണ്ട്. And the endocrine portion secretes hormones, insulin and glucagon. ഇൻസുലിനും ഗ്ലൂക്കഗോണും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഹൗ വി ഡൈജസ്റ്റ് ഫുഡ് അടുത്ത ടോപ്പിക്കാണ്. എങ്ങനെയാണ് നമ്മൾ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? ഡൈജഷൻ ഓഫ് ഫുഡ്. ഫസ്റ്റിൽ ഡൈജഷൻ ഇൻ മൗത്തിലെ ഡൈജഷനെ കുറിച്ച് നോക്കാം. ദ ബക്കൽ ക്യാവിറ്റി പെർഫോംസ് ടു മേജർ ഫങ്ഷൻസ് മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് സോളോയിങ്. ഇപ്പോൾ നമ്മുടെ വായ്ക്കകത്ത് വെച്ച് ഫുഡ് ചവയ്ക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡിനെ ചെറിയ ചെറിയ കണികകളായിട്ട് അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് മാറ്റുന്നു. ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് സോളോയിങ്. സലൈവ നമുക്കറിയാം ഒരു സ്ലൈമി, ഒരു മ്യൂക്കസ് പോലത്തെ ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ ആ ഒരു വഴുവഴുപ്പുള്ള ഫ്ലൂയിഡാണ്. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡ് കൂടെ ഈ ഫുഡിൽ മിക്സ് ചെയ്യുമ്പോൾ അതെന്താണ്, നമുക്ക് ആ ഫുഡ് മെറ്റീരിയൽ താഴെ ഈസോഫേഗസിനകത്തേക്ക് സോളോ ചെയ്യാൻ, വിഴുങ്ങാൻ, താഴേക്ക് ഇറക്കാൻ നമുക്കത് എളുപ്പമായിരിക്കും. പിന്നെ വായ്ക്കകത്ത് എന്തുണ്ട്? ടീത്തുണ്ട്, ടങ്ങുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലൈവ മാസ്റ്റിക്കേറ്റ് ആൻഡ് മിക്സ് അപ്പ് ദ ഫുഡ് തറവ്ലി. ടീത്തിൻ്റെയും ടങ്ങിൻ്റെയും കൂടെ സഹായത്താൽ സലൈവ എന്ത് ചെയ്യുന്നു? ഫുഡിനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു.
Mucus in saliva helps in lubricating and adhering the masticated food particles into a bolus. അപ്പോൾ വായ്ക്കകത്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽ വായ്ക്കകത്ത് വെച്ചിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് സലൈവയുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫുഡിനെ നമുക്ക് വിളിക്കാവുന്ന ഒരു ടേമാണ് ബോളസ്. മ്യൂക്കസ് ഇൻ സലൈവ ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേറ്റിംഗ് ആൻഡ് അഡ്ഹറിങ്. അഡ്ഹർ ചെയ്യുക മീൻസ് ഒട്ടിപ്പിടിച്ചിരിക്കുക. ദ മാസ്റ്റിക്കേറ്റഡ് ഫുഡ് പാർട്ടിക്കിൾസ് ഇൻ ടു എ ബോളസ്. ഇനി എന്താ ഡിഗ്ലൂട്ടിഷൻ? ഇപ്പോൾ ബോളസായിട്ട് മാറിക്കഴിഞ്ഞാൽ ബോളസ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫാരിങ്സ്. ബോളസ് പിന്നെ അടുത്ത് എന്ത് ചെയ്യണം? തൊണ്ടയിലേക്ക് അങ്ങ് പോവുകയാണ്. ആ പോർഷനെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദെൻ ടു ദ ഈസോഫേഗസ് എന്ന് പറയുന്ന ട്യൂബിലേക്ക് പോകുന്നു. അപ്പോൾ ആ പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഗ്ലൂട്ടിഷൻ എന്ന് വിളിക്കുന്നത്. സോളോയിങ് ഓർ ഡിഗ്ലൂട്ടിഷൻ. The bolus is transferred into the pharynx and then into the esophagus by swallowing or deglutition. ഫുഡ് മെറ്റീരിയൽ ഫാരിങ്സിലേക്കും ഈസോഫേഗസിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്ലൂട്ടിഷൻ. ഇനി എന്താ പെരിസ്റ്റാൾസിസ്? ഇപ്പോൾ ഈസോഫേഗസിനകത്ത് ഒരു നീണ്ട ട്യൂബാണെന്നറിയാം. ആ ട്യൂബിൽ കൂടെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഫുഡ് നേരെ ഇങ്ങനെ സ്റ്റൊമക്കിലെത്തുന്ന പ്രോസസ്സല്ല. ഇപ്പോൾ നമ്മുടെ ഹോൾ അലിമെൻ്ററി കനാലിലും സർക്കുലാർ മസിൽസും ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് മസിൽസിൻ്റെയും സൈമൾട്ടേനിയസ് ആയിട്ടുള്ള കോൺട്രാക്ഷനും റിലാക്സേഷനും വഴി ഈ ഒരു വേവി മൂവ്മെൻറ്റ് ഈസോഫേഗസിനകത്ത് ഫോം ചെയ്യും. ആ ഒരു വേവി മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ താഴേക്ക് സോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഗ്ലൂട്ടിനേഷൻ പ്രോസസ്സിന് വിധേയമാക്കുന്ന ഫുഡ് മെറ്റീരിയൽ ഈസോഫേഗസിൽ കൂടെ മൂവ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ദ ബോളസ് പാസസ് ഡൗൺ ത്രൂ ദ ഈസോഫേഗസ് ബൈ സക്സസീവ് വേവ്സ് ഓഫ് മസ്കുലാർ കോൺട്രാക്ഷൻസ്. ആ വേവിനെയാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. സർക്കുലാർ മസിൽസും ഇങ്ങനെ ഇരിക്കുന്ന മസിൽസും അതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന മസിൽസും ഒരേ സമയത്ത് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു വേവി മൂവ്മെൻറ്റ് നമ്മുടെ ഈസോഫേഗസിനകത്ത് ഫോം ചെയ്യും. ആ വേവി മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. ദ ഗാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ കൺട്രോൾസ് ദ പാസേജ് ഓഫ് ഫുഡ് ഇൻ ടു ദ സ്റ്റൊമക്ക്. ഇവിടെ നമുക്കൊരു സ്ഫിങ്ക്റ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കി നേരത്തെ. സ്റ്റൊമക്കും ഈസോഫേഗസുമായിട്ട് ചേരുന്ന സ്ഥലത്തൊരു സ്ഫിങ്ക്റ്റർ ഉണ്ട്. ആ സ്ഫിങ്ക്റ്ററിൻ്റെ പേരാണ് ഗാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ. ഗാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ കൺട്രോൾസ് ദ പാസേജ് ഓഫ് ഫുഡ് ഇൻ ടു ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിലേക്ക് ഫുഡ് പോകുന്നതിനെ കൺട്രോൾ ചെയ്യുന്നു. മൗത്തിനകത്ത് വെച്ച് ഫുഡിന് എന്താ സംഭവിക്കുക? The saliva secreted in the oral cavity contains electrolytes and enzymes such as salivary amylase and lysozyme. The chemical process of digestion is initiated in the oral cavity by the hydrolytic action of the carbohydrate splitting enzyme, the salivary amylase. സലൈവയിൽ നമ്മുടെ ഉമിനീരിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എൻസൈംസ് ഉണ്ട്, ധാരാളം അയോൺസ് ഉണ്ട്. സോഡിയം പൊട്ടാസ്യം അയോൺസ് ഒക്കെ ചാർജ്ഡ് അയോൺസ് വരുമ്പോഴാണ് നമ്മളതിനെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സലൈവറി അമിലേസ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈമുണ്ട്. അതുപോലെ തന്നെ ഒരു ആൻറ്റി ബാക്ടീരിയൽ എൻസൈമാണ് ലൈസോസൈമുണ്ട്. The chemical process of digestion is initiated in the oral cavity by the hydrolytic action of the carbohydrate splitting enzyme, the salivary amylase. അപ്പോൾ മൗത്തിൽ വെച്ചിട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. അപ്പോൾ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു പോളിസാക്കറൈഡാണ്. ആ പോളിസാക്കറൈഡിനെ സലൈവറി അമിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്താൽ ഡൈസാക്കറൈഡ്, 2 മോണോസാക്കറൈഡ് യൂണിറ്റ് ചേർന്നതാണ് ഡൈസാക്കറൈഡ്, 2 ഗ്ലൂക്കോസ് യൂണിറ്റ് ചേർന്നതാണ് ഡൈസാക്കറൈഡ്. അങ്ങനെ സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്ത് മാറ്റുന്ന ഒരു ഡൈസാക്കറൈഡാണ് മാൾട്ടോസ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയലിൽ എല്ലാ കാർബോഹൈഡ്രേറ്റും മാറ്റപ്പെടില്ല. ഒരു 30% സ്റ്റാർച്ച് 30% സ്റ്റാർച്ച് മൗത്തിനകത്ത് വെച്ചിട്ട് എന്തായിട്ട് മാറും? മാൾട്ടോസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ എൻസൈം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ pH 6.8 ആയിരിക്കണം, ഒരു ആൽക്കലൈൻ pH ആയിരിക്കണം. ഓപ്റ്റിമം pH 6.8 ഇൻറ്റു ഡൈസാക്കറൈഡ് മാൾട്ടോസ്. അപ്പോൾ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ് സലൈവറി അമിലേസ്.
അപ്പം മൗത്തിൽ നടക്കുന്ന ഡൈജഷൻ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷനാണ്. കാർബോഹൈഡ്രേറ്റായ സ്റ്റാർച്ചിനെ മാൾട്ടോസ് എന്ന് പറയുന്ന ഡൈസാക്കറൈഡാക്കി സലൈവറി അമിലേസ് എൻസൈം മാറ്റുന്നു. ഇനി സലൈവയിലുള്ള മറ്റൊരു എൻസൈമിൻ്റെ പേര് നേരത്തെ പറഞ്ഞു, ലൈസോസൈമാണ്. ലൈസോസൈം എൻസൈം എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ എൻസൈമാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ കുറേ ബാക്ടീരിയാസൊക്കെ നശിപ്പിക്കുവാൻ ഈ സലൈവയിലുള്ള ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമിന് സാധിക്കും. ഇനി സ്റ്റൊമക്കിലേക്ക് ഫുഡ് എത്തുമ്പോൾ ദ മ്യൂക്കോസ ഓഫ് സ്റ്റൊമക്ക് ഹാസ് ഗാസ്ട്രിക് ഗ്ലാൻസ്. സ്റ്റൊമക്കിനകത്ത് കാണുന്ന ഗ്ലാൻസിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഗാസ്ട്രിക് ഗ്ലാൻസ്. ഗാസ്ട്രിക് ഗ്ലാൻസ് എന്നാണ് സ്റ്റൊമക്കിലെ എപ്പിത്തീലിയത്തിൽ കാണുന്ന ഗ്ലാൻഡ് സെൽസുകളെ വിളിക്കുന്ന പേര്. ഈ ഗ്ലാൻഡ് സെൽസിൽ 3 ടൈപ്പ് സെൽസ് കാണാൻ സാധിക്കും. ഒന്ന് മ്യൂക്കസ് നെക്ക് സെൽസ്, 2 പെപ്റ്റിക് ഓർ ചീഫ് സെൽസ്, 3 പെരൈറ്റൽ ഓർ ഓക്സിൻറ്റിക് സെൽസ്. ഇപ്പോൾ മ്യൂക്കോസൽ എപ്പിത്തീലിയൽ സെൽസ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ മ്യൂക്കോസൽ എപ്പിത്തീലിയൽ സെൽസിൽ 3 ടൈപ്പ് സെൽസ് കാണാം. ഒന്ന് മ്യൂക്കസ് സെൽസ് അല്ലെങ്കിൽ മ്യൂക്കസ് നെക്ക് സെൽസ്, മറ്റൊന്ന് ചീഫ് സെൽസ് അല്ലെങ്കിൽ പെപ്റ്റിക് സെൽസ് എന്ന് വിളിക്കും, മറ്റൊന്ന് പെരൈറ്റൽ സെൽസ് അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെൽസ് എന്ന് വിളിക്കും. എന്താണ് ഈ ഓരോ സെൽസിൻ്റെയും ഫംഗ്ഷൻ നോക്കൂ. മ്യൂക്കസ് നെക്ക് സെൽസ് സെക്രീറ്റ് മ്യൂക്കസ്. മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നു. പെപ്റ്റിക് ഓർ ചീഫ് സെൽസ് സെക്രീറ്റ് ദ പ്രോ എൻസൈം പെപ്സിനോജൻ. ഇപ്പോൾ ഈ ചീഫ് സെൽസ് വിളിക്കുന്ന മറ്റൊരു പേരാണ് പെപ്റ്റിക് സെൽസ്. അപ്പോൾ ഇത് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്ന എൻസൈം സെക്രീറ്റ് ചെയ്യുന്ന സെൽസാണ്. ആ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമിനെ വിളിക്കുന്ന പേരാണ് പെപ്സിനോജൻ. ഇപ്പോൾ പെപ്സിനോജൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഓർമ്മിക്കുക, ഈ ഓജൻ, പെപ്സിനോജൻ, ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ അങ്ങനെയൊക്കെ പേരുകൾ നമ്മൾ ഇനി വഴിയെ കേൾക്കും. ഇതെല്ലാം ഓർമ്മിക്കുക. ഈ രീതിയിലുള്ള പേരുകൾ കേൾക്കുന്നുവെങ്കിൽ അത് ഇനാക്റ്റീവ് എൻസൈംസ് ആണ്. ആ ഇനാക്റ്റീവ് എൻസൈം ആയതുകൊണ്ടാണ് ഇതിനെ പ്രോ എൻസൈം എന്ന് വിളിക്കുന്നത്. ആ ഇനാക്റ്റീവായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന എൻസൈം ആക്റ്റീവ് ആക്കണം. അതെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. പെരൈറ്റൽ ഓർ ഓക്സിൻറ്റിക് സെൽസ് സെക്രീറ്റ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടർ. ഇപ്പോൾ പെരൈറ്റൽ അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെൽസ് എന്ന് പറയുന്ന സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. സ്റ്റൊമക്കിൽ നല്ല pH കൂടിയ അസിഡിക് ആയിട്ടുള്ള ഒരു ആസിഡാണ് HCl. അപ്പോൾ ഈ പെരൈറ്റൽ അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെൽസാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടർ എസെൻഷ്യൽ ഫോർ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12. അപ്പോൾ അത് കമ്പൽസറി ഉണ്ടാകേണ്ട ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്. വൈറ്റമിൻ B12ൻ്റെ അബ്സോർഷന് അത്യാവശ്യമായിട്ടുള്ള ഒരു കെമിക്കലാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് ഫാക്ടർ. അങ്ങനെ ഒരു ഇൻട്രിൻസിക് ഫാക്ടറും HClഉം സെക്രീറ്റ് ചെയ്യുന്നത് പെരൈറ്റൽ ഓർ ഓക്സിൻറ്റിക് സെൽസ് ആണ്. അപ്പോൾ സ്റ്റൊമക്കിൽ 3 ടൈപ്പ് സെൽസ് ഉണ്ട്. മ്യൂക്കസ് നെക്ക് സെൽസ്, പെപ്റ്റിക് ഓർ ചീഫ് സെൽസ്, പെരൈറ്റൽ ഓർ ഓക്സിൻറ്റിക് സെൽസ്. Mucus cells secrete mucus, peptic or chief cells secrete the proenzyme pepsinogen, parietal or oxyntic cells secrete HCl and intrinsic factor. Stomach stores the food for 4 to 5 hours. അപ്പോൾ സ്റ്റൊമക്കിൽ ഫുഡ് 4 മുതൽ 5 മണിക്കൂർ വരെ ഫുഡ് ഇതിനകത്തുണ്ടാകും, സ്റ്റൊമക്കിനകത്തുണ്ടാകും. പിന്നെയാണ് കുറേശ്ശെ ഫുഡ് ഇങ്ങോട്ട് പാസ് ചെയ്ത് തുടങ്ങുന്നത്. 4 മുതൽ 5 മണിക്കൂർ വരെ ഫുഡ് ഇവിടെ സൂക്ഷിക്കാൻ പറ്റും. കുറേശ്ശെ ഫുഡ് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഇങ്ങോട്ട് പാസ് ചെയ്ത് പോരും. The food mixes thoroughly with the acidic gastric juice of the stomach by the churning movements of its muscular wall and is called the chyme. ഈ സ്റ്റൊമക്കിനകത്ത് ഫുഡ് കിടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, സ്റ്റൊമക്കിനകത്ത് ഒരുപാട് ഇറഗുലർ ഫോൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ റൂഗെ എന്ന് വിളിച്ചത്. അപ്പോൾ ഇവയുടെയൊക്കെ സഹായത്താൽ ഒരു ഗ്രൈൻഡിങ് ആക്ഷൻ ഇതിനകത്ത് നടക്കും. അതിനെയാണ് ഇവിടെ ട്യൂണിങ് മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫുഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈം. നേരത്തെ സലൈവയുമായിട്ട് ഫുഡ് മിക്സ് ചെയ്തപ്പോൾ അതിനെ വിളിച്ച പേരാണ് ബോളസ്. ഇനി ഗാസ്ട്രിക് ജ്യൂസുമായിട്ട് ഫുഡ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കൈം. നേരത്തെ സൂചിപ്പിച്ചിരുന്നു പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ കാര്യം. പെപ്സിനോജൻ എന്ന് പറയുന്ന എൻസൈം സെക്രീറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. പെപ്സിനോജനെ
അത് പ്രോ എൻസൈം ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈമാണ്. ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രസൻസിൽ ആക്റ്റീവായിട്ടുള്ള പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമായിട്ട് മാറും. പ്രോട്ടീനിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് പെപ്സിൻ. പെപ്സിൻ കൺവേർട്സ് പ്രോട്ടീൻസ് ഇൻറ്റു പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒരു ലോങ് അമിനോ ആസിഡുകൾ ചേർന്നിട്ടുള്ള ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാണെന്നുള്ളത് അറിയാം. അപ്പോൾ ആ പോളിപെപ്റ്റൈഡ് ചെയിനിൽ അമിനോ ആസിഡുകളെ പല പല കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്ട്സുകളാണ് പ്രോട്ടിയോസസ് എന്നും പെപ്റ്റോൺസ് എന്നും വിളിക്കുന്നത്. പെപ്റ്റോൺസിനെ തന്നെയാണ് പെപ്റ്റൈഡ്സ് എന്നുള്ള ടേം കൊണ്ടും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ചെറിയ അമിനോ ആസിഡ് ഫ്രാഗ്മെൻസുകൾ, ചെറിയ അമിനോ ആസിഡുകൾ ചേർന്നിട്ടുള്ള പ്രോട്ടീനിൻ്റെ പെപ്റ്റൈഡ് മോളിക്യൂൾസിനെയാണ് പെപ്റ്റോൺസ് എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടെ നീളം കൂടിയ പ്രോട്ടീൻ ചെയിൻ ആണെങ്കിൽ അതിനെ പ്രോട്ടിയോസസ് എന്ന് വിളിക്കും. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു വലിയ നീളമുള്ള ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാണ്. ആ പോളിപെപ്റ്റൈഡ് ചെയിനിനെ പലതായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പെപ്സിൻ എന്ന് പറയുന്ന മോളിക്യൂള് കട്ട് ചെയ്യുന്നു. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിലെ ലാർജ് ഫ്രാഗ്മെൻറ്റിനെ പ്രോട്ടിയോസസ് എന്ന് വിളിക്കാം, അതിലെ സ്മാൾ ഫ്രാഗ്മെൻസിനെ പെപ്റ്റോൺസ് എന്ന് വിളിക്കാം. അത് വീണ്ടും ചെറുതായിട്ട് വരുമ്പോഴാണ്, രണ്ട് അമിനോ ആസിഡുകൾ ചേർന്ന മോളിക്യൂളായിട്ട് വരുമ്പോഴാണ് നമ്മളതിനെ ഡൈപെപ്റ്റൈഡ്സ് എന്ന് വിളിക്കുന്നത്. 3 എണ്ണം വരുമ്പോൾ ട്രൈപെപ്റ്റൈഡ്സ് എന്ന് വിളിക്കും, 4 എണ്ണം വരുമ്പോൾ ടെട്രാപെപ്റ്റൈഡ്സ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ പേര് പറയാറുണ്ട്. എന്തായാലും ഓർക്കുക, സ്റ്റൊമക്ക് അല്ല ഗാസ്ട്രിക് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമാണ് പെപ്സിൻ. ആ പെപ്സിൻ അതിൻ്റെ ഇനാക്റ്റീവ് ഫോമിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് പെപ്സിനോജൻ. പെപ്സിനോജൻ എങ്ങനെയാണ് ആക്റ്റീവ് ആകുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് പെപ്സിനോജനെ ആക്റ്റീവ് പെപ്സിനാക്കി മാറ്റും. അങ്ങനെ ആക്റ്റീവായി മാറുന്ന പെപ്സിൻ പ്രോട്ടീൻസിനെ ഡൈജഷൻ പ്രോസസ്സിന് വിധേയമാക്കിയിട്ട് പ്രോട്ടിയോസസും പെപ്റ്റോൺസുമാക്കി മാറ്റുന്നു. സ്റ്റൊമക്കിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഡൈജഷൻ എന്ന് പറയുന്നത് പ്രോട്ടീനിൻ്റെ ഡൈജഷനാണ് നടക്കുന്നത്. മൗത്തിൽ വെച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ഡൈജഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷനാണ്. സ്റ്റൊമക്കിൽ പ്രോട്ടീനിൻ്റെ ഡൈജഷനാണ്. The mucus and bicarbonates present in the gastric juice play an important role in lubrication and protection of the mucosal epithelium from excoriation by the highly concentrated hydrochloric acid. നേരത്തെ സൂചിപ്പിച്ചു, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡാണ്. അപ്പോൾ ഈ ആസിഡ് ഈ മ്യൂക്കോസൽ വാളിനെ തന്നെ എന്ത് ചെയ്യാം, സ്റ്റൊമക്കിൻ്റെ വാളിനെ തന്നെ ചിലപ്പോൾ ഇല്ലാതാക്കി കളയാം, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദ മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് പ്രസൻറ്റ് ഇൻ ദ ഗാസ്ട്രിക് ജ്യൂസ്. ഗാസ്ട്രിക് ജ്യൂസിൽ തന്നെയുള്ള മ്യൂക്കസും അതുപോലെ തന്നെ ബൈകാർബണേറ്റ് അയോൺസുകളും ഇതിനെന്ത് ചെയ്യുന്നു, പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ലൂബ്രിക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഫ്രം എക്സ്കോറിയേഷൻ ബൈ ദ ഹൈലി കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉപദ്രവമൊക്കെ ഇങ്ങനെ ഇത് ഒരുപാട് കോൺസെൻട്രേഷൻ വന്നിട്ട് മ്യൂക്കോസൽ എപ്പിത്തീലിയം ഒക്കെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് സ്റ്റൊമക്കിനകത്ത് അൾസർ ഫോർമേഷനൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് മ്യൂക്കോസൽ എപ്പിത്തീലിയം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. HCl പ്രൊവൈഡ്സ് ദ acidic pH 1.8 ഒപ്റ്റിമൽ ഫോർ പെപ്സിൻ. ഇപ്പോൾ പെപ്സിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ pH എന്ന് പറയുന്നത് 1.8 ആയിരിക്കണം. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ 1.8 pH കിട്ടിയാൽ മാത്രമേ പെപ്സിനോജൻ പെപ്സിനായിട്ട് മാറുകയുള്ളൂ. ഇനി ഗാസ്ട്രിക് ജ്യൂസിൽ തന്നെയുള്ള സ്റ്റൊമക്കിൽ തന്നെയുള്ള മറ്റൊരു എൻസൈമാണ് റെനിൻ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, RENNIN ആണ്. RENIN റെനിൻ. നമ്മൾ ഇനി വേറൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എക്സ്ക്രീഷൻ പഠിക്കുമ്പോൾ പരിചയപ്പെടും. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. സ്പെല്ലിങ് വ്യക്തമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. RENNIN ആണ് റെനിൻ. It is a proteolytic enzyme found in gastric juice of infants which help in the digestion of milk proteins. കുട്ടികളുടെ ഗാസ്ട്രിക് ജ്യൂസിൽ മാത്രമാണ് ഈ എൻസൈം കാണുന്നത്. ഇത് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കും, മിൽക്ക് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്ന എൻസൈമാണ്. ഡൈജഷൻ ഓഫ് മിൽക്ക് പ്രോട്ടീൻസ്. അഡൽട്സിലേക്ക് എത്തുമ്പോഴത്തേക്കും മിൽക്ക് ഡൈജഷൻ ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയും. അതിന് കാരണം അഡൽട്സിന് മിൽക്ക് പ്രോട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാനുള്ള റെനിൻ എന്ന് പറയുന്ന എൻസൈം ഇല്ല. അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടികളിൽ മാത്രമാണ് ഈ എൻസൈം സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. കുഞ്ഞ് എപ്പോൾ അമ്മയുടെ പാല് കുടി നിർത്തുന്നുവോ അന്നേരം മുതൽ ഈ എൻസൈം പിന്നെ സെക്രീറ്റ് ചെയ്യപ്പെടുകയില്ല.
അപ്പോൾ ഓർക്കുക, റെനിൻ ഈസ് എ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഫൗണ്ട് ഇൻ ഗാസ്ട്രിക് ജ്യൂസ് ഓഫ് ഇൻഫൻസ്, കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്, വിച്ച് ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് മിൽക്ക് പ്രോട്ടീൻസ്. സ്മാൾ എമൗണ്ട് ഓഫ് ലിപ്പേസസ് ആർ ആൾസോ സെക്രീറ്റഡ് ബൈ ഗാസ്ട്രിക് ഗ്ലാൻഡ്സ്. ചെറിയ എമൗണ്ട് ലിപ്പേസസ് എന്ന് പറയുന്നത് ലിപ്പിഡ് ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആർ ആൾസോ സെക്രീറ്റഡ് ബൈ ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സ്റ്റൊമക്കിൽ നടക്കുന്ന ഡൈജഷൻ എന്ന് പറയുന്നത് പ്രോട്ടീനിൻ്റെ ഡൈജഷനാണ്. പ്രോട്ടീൻസിനെ പ്രോട്ടിയോസസും പെപ്റ്റോൺസും ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. പിന്നെ ചെറിയ അളവിൽ മിൽക്ക് പ്രോട്ടീനിൻ്റെ ഡൈജഷൻ നടക്കുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളിൽ മാത്രമേ ഉള്ളൂ. റെനിൻ്റെ എന്ന എൻസൈമിൻ്റെ സഹായത്താൽ മിൽക്ക് പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നുണ്ട്. പിന്നെ ചെറിയ അളവിൽ ലിപ്പിഡ് ഡൈജഷൻ, ലിപ്പേസസ് എൻസൈമിൻ്റെ സഹായത്താൽ ലിപ്പിഡ് ഡൈജഷനും സ്റ്റൊമക്കിൽ നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുന്നതിനായി അടുത്ത വീഡിയോ കാണുക. For video lessons, please subscribe TLP's biology classes. Thank you.